കൊട്ടിയൂരപ്പന് നാളെ മകം കലം വരവാണ്. ഇളനീരാട്ടം പോലെ തന്നെ പ്രധാനമായ കൊട്ടിയൂരിലെ ഒരു ചടങ്ങാണ് മകം കലം വരവ്. മകം കലം വരവ് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. യാഗോത്സവത്തിലെ അതിപ്രധാന ചടങ്ങുകളാണ് മകം, പൂരം, ഉത്രം നാളുകളിൽ നടക്കുന്ന കലശപൂജകൾ. ഈ ചടങ്ങുകൾക്ക് മൺകലങ്ങൾ ആവശ്യമുണ്ട്. അതിനാവശ്യമായ മൺകലങ്ങൾ അക്കരെ ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ചടങ്ങിനെയാണ് കലം വരവ് എന്ന് പറയുന്നത്. നല്ലൂരാൻ സ്ഥാനികരാണ് ഇതിന് അവകാശികൾ. മുഴക്കുന്നിനടുത്ത് നല്ലൂർ ഗ്രാമത്തിലെ ചൂട്ടാലകളിൽ നിന്നും ഇളനീരാട്ടത്തിന്റെ പിറ്റേനാൾ മുതൽ വ്രതാനുഷ്ഠാനത്തോടെയാണ് കലം നിർമ്മാണം തുടങ്ങുന്നത്. മകം നാളിൽ സമുദായാംഗങ്ങളെല്ലാം വ്രതാനുഷ്ഠാനത്തോടെ ചൂട്ടാലയിലെത്തും. സ്ഥാനികന്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ 12 ആൾക്കാരാണ് കലം എഴുന്നള്ളിക്കൽ ചടങ്ങിന് തയ്യാറാവുക. ഇതുപ്രകാരം 12 എണ്ണം വീതം 10 കെട്ടുകളാക്കിയും 18 എണ്ണം വീതം 2 കെട്ടുകളുമാക്കി വെക്കും. 156 കലങ്ങളും പനയോലയിലാണ് കെട്ടിവെക്കുക. ഊണിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. രാത്രിയോടെ കലങ്ങൾ അക്കരെ ക്ഷേത്രത്തിലെത്തിക്കും. ഈ കലങ്ങൾ കലശപൂജയ്ക്കായി ദിവസേന നെല്ലൂരാൻ സ്ഥാനീകൻ എടുത്തുകൊടുക്കും. വൈശാഖ മഹോത്സവത്തിലെ ആയില്യം നാളിലെ ചതുശതം വലിയ വട്ടളം പായസം ഇന്ന് നടക്കുകയാണ്. അത് പെരുമാൾക്ക് നിവേദിക്കും. പടുവിലായി പൊന്മലേരി കോറോത്ത് തറവാട് വകയാണ് ആയില്യം നാൾ പായസ നിവേദ്യം. ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കാണ് പായസം നിവേദിക്കുക. മകം നാളാണ് നാളെ. നാളെ മുതൽ വൈശാഖ മഹോത്സവത്തിലെ ചിട്ടകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ മാറ്റമാണ്. നല്ലൂരിൽ നിന്നുള്ള കലം വരവ്, ആനകളും വിശേഷ വാദ്യങ്ങളും ഒക്കെ നാളെ ഉച്ചവേലിക്ക് ശേഷം ഉണ്ടാകില്ല. സ്ത്രീകളുടെ ഈ വർഷത്തെ ദർശനകാലം നാളെ ഉച്ചശീവേലിയോടെ അവസാനിക്കും. ശീവേലി പൂർത്തീകരിക്കും മുമ്പ് സ്ത്രീകൾ ബാവലിപ്പുഴയുടെ ഇക്കരയിലേക്ക് മടങ്ങണം. ശീവേലിക്ക് തിടംപേറ്റുന്ന ആനകളും നാളെ ശീവേലിക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിലേക്ക് മടങ്ങും. മുഴക്കുന്നിൽ നിന്ന് നല്ലൂരാൻ എന്ന കുലാല സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം കലങ്ങളുമായി നാളെ രാവിലെയാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. സന്ധ്യയ്ക്ക് ഇവർ കൊട്ടിയൂരിലെത്തും. ഇവർ കൊണ്ടുവരുന്ന കലങ്ങൾ സന്നിധാനത്ത് സമർപ്പിക്കും. ഇവർ പ്രവേശിക്കുമ്പോൾ സന്നിധാനം അന്ധകാരത്തിലായിരിക്കണമെന്നും ആരും കയ്യാലകൾക്ക് പുറത്തുണ്ടാകരുത് എന്നുമാണ് ആചാരം. സമർപ്പിക്കുന്ന കലങ്ങൾ ഉപയോഗിച്ചുള്ള ഗൂഢപൂജകൾ നാളെ രാത്രി തന്നെ ആരംഭിക്കും. നാളെ ഉച്ചയോടെ സ്ത്രീകളുടെ ദർശനകാലം അവസാനിക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ വലിയ ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടത്. ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് പെരുമാളിനെ കാണാൻ സ്ത്രീകൾക്ക്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.